ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ടൗൺ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലെ കലാ സാംസ്കാരിക സംഘടന കൂട്ടായ്മ. രാജ്യാന്തര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗോൾ ഫോർ ഈക്വാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റ്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പ്രതിരോധം തീർക്കാനൊരുങ്ങി ഫ്രണ്ട്സ് ഓഫ് യോഗ. പൊതുസ്ഥലങ്ങളിലെ ടിൻ ബിന്നുകളിൽ വീടുകളിലെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണ വീഡിയോ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വനിതാ സംരംഭകരുടെ പ്രദർശനമേള. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ടൗൺ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്നാരോപിച്ചും അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും നഗരത്തിലെ കലാ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മ അഗ്നിജ്വാല തെളിയിച്ചു. കലാ സാംസ്കാരിക സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ അധികാരികളെ കണ്ണു തുറക്കൂ എന്ന സന്ദേശവുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിന് മുൻപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്ലക്കാർഡുകളുമായാണ് സാംസ്കാരിക പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധിച്ചത്. നഗരത്തിലെ സാംസ്കാരിക ഇടങ്ങൾ സംരക്ഷിക്കുക, ആനക്കുളം സാംസ്കാരിക നിലയം കലാകാരന്മാർക്ക് തുറന്നുകൊടുക്കുക, മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജ് രാത്രി 10 മണി വരെ കലാപരിപാടികൾക്ക് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്ലക്കാർഡുകളിൽ ഉന്നയിച്ചത്. പടപ്പാട്ടും തെരുവ് നാടകവുമായിട്ടായിരുന്നു സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധം. സർഗാത്മക പ്രതിഷേധ പരിപാടി സിനിമാ നാടക പ്രവർത്തക കബനി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ശേഷം നമ്മുടെ സൊസൈറ്റി ഇന്ന് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സാംസ്കാരിക നിലയം എങ്ങനെയാണോ തകർക്കപ്പെടുന്നത് അതിൻ്റെയൊക്കെ അനുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് സൊസൈറ്റിയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ അതിൻ്റെ സിംബലാണ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ആണ് നമ്മൾ ഇടനീളം അല്ലെ നമ്മുടെ സൊസൈറ്റിയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കള് അമ്മേനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, ഉമ്മനെ കൊല്ലുന്നു, അല്ലെ ബന്ധങ്ങൾക്കൊന്നും യാതൊരു ഇതും ഇല്ലാത്ത രീതിയിൽ സൊസൈറ്റി നീങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്കൂളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്വന്തം സഹപാഠിയെ തന്നെ കോമ്പസുകൾ കൊണ്ട് കുത്തിയും അതുമാക്കിയും ഇതാക്കിയും ഒക്കെ വയലൻസുകളുടെ ഒരു കാലഘട്ടമൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാംസ്കാരിക നിലയങ്ങളൊക്കെ തച്ചുടക്കപ്പെടുകയും എല്ലാ രീതിയിലും ഇതിന്റെയൊക്കെ തകർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ്. സന്തോഷ് പാലക്കട അധ്യക്ഷനായിരുന്നു. സലാം വെള്ളയിൽ, കരീംദാസ്, KP പ്രകാശൻ, മണിദാസ് കോരപ്പുഴ, ദിനേശ് കുന്നഞ്ചേരി എന്നിവരും സംസാരിച്ചു. നാടക പ്രവർത്തകരായ നവീൻ രാജ് പടപ്പാട്ടും ജയക്കിളിയും സുനിൽ നാഗപ്പാറയും സംഘവും തെരുവ് നാടകവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യാന്തര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി UN വിമനും വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കും ഗോൾ ഫോർ ഇക്വാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിന് മുന്നോടിയായി നടത്തിയ ഗോൾ ഫോർ ഇക്വാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റിൽ സിവിൽ സർവൻസ് മലപ്പുറവും കോഴിക്കോട് വിമൻ ഫുട്ബോൾ ക്ലബ്ബും തമ്മിലുള്ള മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 7-7 സമനിലയിലായി. തുടർന്ന് ടോസിൽ കോഴിക്കോട് വിമൻ ക്ലബിനെ ജേതാക്കളായി പ്രഖ്യാപിച്ചു. വിജയികൾക്ക് ഫിഫ ഇന്ത്യൻ കോച്ച് ബെറ്റ്ല ഡിക്കോത്ത ട്രോഫികൾ നൽകി. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ കേരള രാജ്യത്തിലെ വിമൻ ഡെവലപ്മെന്റ് ഒരു മെച്യൂർ സ്റ്റേജിലെയാണ്. ആ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ കേരള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു അച്ചീവ്മെന്റ് അല്ല, കാരണം ഒരു ജർണിയാണ്. എല്ലാ ഏത് വിമൻ എംപവർമെന്റ് ആണെങ്കിൽ, ഏത് പ്രോജക്റ്റ് ആണെങ്കിൽ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, ഒരു സൊസൈറ്റിയിലെ
വിമനിൻ്റെ പ്രോഗ്രസ് ഡെവലപ്മെൻറ്റ് അത് രണ്ടും ഒരു ജേർണിയിലേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് എല്ലാ പാർട്ടിസിപ്പൻറ്റും ഈ മെസ്സേജ് നമുക്ക് എല്ലാ സ്ഥലത്തിൽ പോകണം. ഈ വിമനിൻ്റെ എംപവർമെൻറ്റ് വിമനിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ലോകകപ്പ് കളിച്ച ആദ്യ മലയാളി താരം സരസമ്മ ലളിത കിക്ക് ഓഫ് ചെയ്തു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ, കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ഫെലിഷ കെ തോമസ്, ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി, റിട്ടയർഡ് SI NA ബിനയ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കെ ഷാജേഷ് കുമാർ, UN വിമൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ PJ രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങളുടെ കുഴിമണ്ണ വാരിയേഴ്സ്, ഊർങ്ങാട്ടിരി ഫൈറ്റേഴ്സ്, മാധ്യമ പ്രവർത്തകർ, ദേശീയ ആരോഗ്യ ദൗത്യ പ്രവർത്തകർ, ബാർ കൗൺസിൽ, ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർ എന്നിവർ സൗഹൃദ പ്രദർശന മത്സരത്തിൽ ഏറ്റുമുട്ടി. പ്രദർശന മത്സര വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ട്രോഫികൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മയക്കുമരുന്ന് വ്യാപനത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനായി പ്രതിരോധവുമായി ഫ്രണ്ട്സ് ഓഫ് യോഗ മാർച്ച് 16-ന് കോഴിക്കോട്ട് എരഞ്ഞിപ്പാലത്ത് ജില്ലാതല ശില്പശാല സംഘടിപ്പിക്കുമെന്നും ഫ്രണ്ട്സ് ഓഫ് യോഗ സാരഥികൾ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോ യോഗയിലോട്ട് തന്നെ എടുക്കാം. യോഗ തന്നെ ഇതിനൊരു ശരിക്കും പോവഴിയായി മാറ്റാം. ഒരു കാലത്ത് കുട്ടികളെ എഴുന്നേൽപ്പിക്കുകയും അതോടൊപ്പം ആ കുട്ടികളെ അച്ഛനും അമ്മയും അവരെ കൂടെ ചേർന്നിട്ട് ഞങ്ങളിപ്പോൾ സൗജന്യമായി നടത്തുന്ന ഫ്രണ്ട്സ് ഓഫ് യോഗയിൽ വരുന്ന കുറെ ആൾക്കാർ പടക്കാലത്തുണ്ടായിട്ടുണ്ട്. അവർ വരുമ്പോൾ അവരെ കാലത്ത് യോഗ ചെയ്യുമ്പോൾ മറ്റുള്ളവരായുള്ള സംവാദങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകുക എന്നത് തീരെയില്ലാത്തൊരു കാലഘട്ടമാണ്. കാരണം നമ്മൾ ഫോണിന്റെ മുമ്പിലും സോഷ്യൽ മീഡിയയുടെ മുമ്പിലും ഒക്കെ അതിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഒരു നേരിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാൽ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ അവിടെ നമ്മളിപ്പോൾ കാണുന്നത് യോഗക്ക് വരുമ്പോൾ അവരെല്ലാവരും കാണുന്നത്, അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മയാണ്. അതുപോലെ കൂട്ടായ്മയുടെ ആവശ്യകത ശരിക്കും അറിയുന്നത് ഇപ്പോഴാണ്, ഈ ഒരു കാലഘട്ടത്തിൽ. മയക്കുമരുന്നിന്റെ വിപത്തിനെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വിപുലമായ ക്യാമ്പയിൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ രാജൻ തേങ്ങാപ്പറമ്പത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ആരോഗ്യ മാനസിക കൂട്ടായ്മകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശില്പശാലകളും സംഘടിപ്പിക്കും. മാതാപിതാ ഗുരുബന്ധങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. ശില്പശാലയ്ക്ക് ശേഷം മാർച്ച് 16-ന് നഗരത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ റാലി സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ രമേശ് ബാബു കാളൂർ, ബാലൻ KK, റഹീം, TT ഉമ്മർ, KP രാജശേഖരൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി 13ാമത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ഫുൾ കോണ്ടാക്ട് ഓപ്പൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം താരങ്ങൾ പങ്കെടുത്തു. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിച്ച 13ാമത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ഫുൾ കോണ്ടാക്ട് ഓപ്പൺ ടൂർണമെന്റ് കോഴിക്കോട്ട് നടന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആസാം, ഒറീസ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം പേർ 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ മാറ്റുരച്ചു. 6, 8, 9, 11, 12, 14, 15, 17, 18 മുകളിൽ സീനിയർ എന്നിങ്ങനെ ഏജ് കാറ്റഗറിയിൽ വെയ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു മത്സരങ്ങൾ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക മത്സരങ്ങളും നടന്നു.
സീനിയർ വിഭാഗത്തിൽ കരാട്ടെ, കിക്ക് ബോക്സിംഗ് എന്നീ വിഭാഗത്തിൽ പ്രത്യേകമായിട്ടായിരുന്നു മത്സരങ്ങൾ. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി. മത്സരത്തിൽ പങ്കെടുത്ത കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള എല്ലാവർക്കും താമസവും യാത്രാ ചിലവും കാജു-കാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്ട് അക്കാദമി നൽകിയെന്ന് ഗ്രാൻഡ് മാസ്റ്റർ എം ദിലീപ് കുമാർ പറഞ്ഞു. ഇതിൽ ഈ കാജു-കാഡോ നടത്തുന്ന ടൂർണമെൻറ്റിൽ അങ്ങനെ വിവിധ എല്ലാ സ്റ്റൈലിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതും പക്ക ഫുൾ കോണ്ടാക്ട് ടൂർണമെൻ്റാണ് നടത്തുന്നത്. അതിൽ എല്ലാ സ്റ്റൈലുകാർക്കും പങ്കെടുക്കുക. അതിൽ ബോക്സർമാർ, കിക്ക് ബോക്സർമാർ, MMA, തൈക്കാണ്ടോ ആർക്കും പങ്കെടുക്കാൻ പറ്റിയൊരു ടൂർണമെൻ്റാണ് ഞങ്ങളിവിടെ വെക്കുന്നത്. ആ ടൂർണമെൻറ്റിൽ ഇറങ്ങുന്ന എല്ലാ സീനിയേഴ്സിലും ക്യാഷ് അവാർഡും റൂമും ഭക്ഷണം കാര്യങ്ങളെല്ലാം അതും കൊടുക്കുന്നുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കേരളത്തിൻ്റെ പുറത്തുള്ളവർക്ക്, കേരളക്കാർക്കും വൺ സൈഡ് ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. കബീർ സലാല, റൺഷി ജയരാജ്, റൺഷി രാകേഷ്, സെൻസായി ദിൽജിത്ത് മാപ്പാല എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ടിൻ ബിന്നുകളിൽ വീടുകളിലെ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി പ്രൊവിഡൻസ് കോളേജിലെ NSS കുട്ടികളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി. അഴക് കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായാണ് വീഡിയോ പുറത്തിറക്കിയത്. അയ്യോ ചേട്ടാ ചേട്ടാ, എന്താണ് ചെയ്യുന്നത്? ആ ചീറ്റാ സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ 5000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. അയ്യോ, ആരാണ് ഈ ചീറ്റ സ്ക്വാഡ്? കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യമുക്ത നവകേരളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ചീറ്റ. എന്റെ പൊന്നു ചേട്ടാ, ഇത് വീടുകളിലെ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നല്ല. പിന്നെ നമുക്ക് യാത്രാമധ്യേ ഉണ്ടാകുന്ന കുപ്പികൾ, ബിസ്ക്കറ്റ്, മിഠായി കവറുകൾ, ടിക്കറ്റുകൾ, പഴത്തൊലികൾ എന്നിവ തരം തിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷൻ 700ഓളം ബിന്നുകൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം തരം തിരിച്ച് ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനും അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നതിനും ഗാർഹിക ബയോ മെഡിക്കൽ മാലിന്യം ആക്രി എന്ന ഏജൻസിക്ക് നൽകുന്നതിനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മളാരും മാലിന്യവുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം. നിങ്ങൾക്കെങ്ങനെ ഇതൊക്കെ അറിയാൻ സാധിച്ചു? ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയാണ് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയത്. മാറ്റം ഞങ്ങളിലൂടെ വലിച്ചെറിയലല്ല, തിരിച്ചറിയലാണ് മാറ്റം. മാലിന്യമുക്ത നവകേരളത്തിനായി അഴകുള്ള കോഴിക്കോടിനൊപ്പം ഞങ്ങളും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മ്യൂറൽ പെയിന്റിങ്ങുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളുമായി സംരംഭക പ്രദർശന മേളയ്ക്ക് തുടക്കം. 38 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് പോലീസ് ക്ലബിലെ പ്രദർശനത്തിലുള്ളത്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹ്രസ്വകാല പരിശീലനം പൂർത്തിയാക്കിയവരാണ് ഉൽപ്പന്നങ്ങൾ ഒരുക്കിയത്. പൂക്കളും മുഖചിത്രങ്ങളും ശ്രീകൃഷ്ണനും തോഴിമാരുമെല്ലാം ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. പാഴായ ജീൻസ് ഉപയോഗിച്ച് ബാഗുകൾ, പ്രിന്റഡ് സാരികൾ, തുന്നിയ കുഞ്ഞുടുപ്പുകൾ, ആഭരണങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിലുള്ളത്. നബാർഡ് സഹായത്തിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന മേളയുടെ ഭാഗമായി വനിതാ സംരംഭകർ അവസരങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. മേള കോർപ്പറേഷൻ നഗരാസൂത്രണ സമിതി അധ്യക്ഷ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നമ്മൾ വന്ന ഒരു കാലം, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലം, അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ഒരു കാലം. അപ്പോൾ നമ്മളെ പോലെ ഇപ്പൊ എന്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, ഇപ്പൊ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ശ്രീ ജാനകി, അവരുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഒരു കാലം എന്നുള്ളത് പഴയ കാലവും അറിയാം. അതേസമയം നമ്മുടെ മക്കളൊക്കെ പുരുഷ വനിതാ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു ആണ്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ എന്റെ മക്കൾ, ഞാൻ അറിയുന്ന മക്കളൊക്കെ, അവർക്കൊന്നും ആൺപെൺ ഭേദമൊന്നുമില്ല. പക്ഷെ നമ്മൾ അത്ര ആൺപെൺ ഭേദം അനുഭവിച്ചിട്ടില്ലെങ്കിലും, രൂക്ഷമായി അനുഭവിച്ചിട്ടില്ലെങ്കിലും, പക്ഷെ നമ്മൾ പഴയത് കണ്ടതും കുറച്ചൊക്കെ മാറ്റം വന്നതും കാരണം ജനകീയ ആസൂത്രണം പോലുള്ള പദ്ധതികളിലൂടെ, വനിതാ ശാക്തീകരണം പോലുള്ള പദ്ധതികളിലൂടെ ഒക്കെ നമ്മൾ കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. നബാർഡ് ജില്ലാ വികസന മാനേജർ വി രാകേഷ് അധ്യക്ഷത വഹിച്ചു. ലീഡ് ബാങ്ക് മാനേജർ എസ് ജ്യോതിസ്, PV എൽദോ, ഐഷ അധിന, അസ്മ, ജി പ്രീത, അഡ്വക്കേറ്റ് ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. സിന്ധു പൂർണിമ, കെ ഷൈനി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇടശ്ശേരി പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ ക്ഷണിച്ചു. 2022, 23, 24 വർഷങ്ങളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളാണ് അയക്കേണ്ടത്. രചനകൾ VK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി, കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി, കുറ്റിപ്പുറം PO, പിൻ 679571, മലപ്പുറം. ഫോൺ 9846661673 എന്ന വിലാസത്തിൽ ലഭിക്കണം. അതിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് 9, 10 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കണം. സമ്മേളനത്തോടനുബന്ധിച്ച് സാധാരണ ഞങ്ങൾ 3 വർഷം കൂടുമ്പോൾ മഹാകവി ഇടശ്ശേരിയുടെ പേരിൽ ഇടശ്ശേരി അവാർഡ് നൽകുകയാണ്. ഇത്തവണ ഇടശ്ശേരി അവാർഡ് നൽകുന്നത് കവിതാ സമാഹാരത്തിനാണ്. 2022, 2023, 2024 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിനാണ് അവാർഡ് നൽകുന്നത്. പ്രസാധകർക്കും എഴുത്തുകാർക്കും ഇടശ്ശേരി പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ അയക്കാം. കവിതാ സമാഹാരങ്ങളുടെ 3 കോപ്പികൾ അയക്കണം. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതിനു പുറമെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കവിതാ സമാഹാരത്തിന് 5,001 രൂപ പ്രോത്സാഹനമായും നൽകും. അഭിഭാഷക ഗുമസ്തനായിരുന്ന മഹാകവി ഇടശ്ശേരിയുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം 3 വർഷം കൂടുമ്പോഴാണ് നൽകാറുള്ളത്. എറണാകുളത്ത് മെയ് 9, 10 തീയതികളിൽ ചേരുന്ന കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രാവസ്തി കവിതാ പുരസ്കാരം സമർപ്പിച്ചു. പ്രൊഫസർ KK ഗീതാകുമാരിയിൽ നിന്നും ശ്രീകുമാർ കരിയാട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ പുരസ്കാര സമിതി അംഗങ്ങളും സാഹിത്യരംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. ശ്രാവസ്തി കവിതാ പുരസ്കാരം ശ്രീകുമാർ കരിയാടിന് സമ്മാനിച്ചു. 25,000 രൂപയും ചിത്രകാരനും ശില്പിയുമായ റാസി മുഹമ്മദ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരിയാണ് പുരസ്കാരം നൽകിയത്. പ്രദീപനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ഇത്രയും മിടുക്കനായിട്ടുള്ള ആ പേര് അന്വർത്ഥമാക്കിയ ഒരു വ്യക്തി ജ്വലിച്ചുകൊണ്ടിരുന്നു. എത്ര കാലം ജീവിച്ചോ അത്രയും കാലം തന്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്ന് ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിത്വം. അതാണ് പ്രകർഷണ ദീപമായി നിന്ന, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു അധ്യാപകനായി തീർന്ന, അല്ലെങ്കിൽ സഹാധ്യാപകർക്ക് ഒരു മാതൃക പോലെ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ നിന്ന, വളരെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ അറിയുന്ന, നമ്മളെല്ലാവരും പലരും സ്നേഹിക്കുന്നവരാണ്, പക്ഷെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന, ഏതൊക്കെ കലകളിൽ പ്രവീണനാണ് പ്രദീപൻ എന്ന് ചോദിച്ചാൽ ഒരു കലകളും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നാടകം എഴുതുന്നു. ഞങ്ങളൊക്കെ 98-99 യൂണിവേഴ്സിറ്റി മത്സരത്തിന് പോകുമ്പോൾ പ്രദീപൻ തന്നെ എഴുതി, പ്രദീപൻ തന്നെ ട്യൂൺ കൊടുക്കുന്ന പിന്നെ ഗ്രൂപ്പ് സോങ് ഒക്കെ അങ്ങനെയാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ പുഷ്പദാസൻ കുനിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബിജു നായരങ്ങാടി, പുരസ്കാര സമിതി കൺവീനർ ഡോക്ടർ V അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ MC അബ്ദുൽ നാസർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
തോടയം കഥകളി യോഗത്തിന്റെ വനിതാ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ മാതൃഭൂമി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാർ നിർവഹിക്കും. KP സുധീര മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൗൺസിലർ ഡോക്ടർ PN അജിത, ഗുരുവായൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B രജനി, ഉഷ രവി, ലക്ഷ്മി മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് തോടയം കഥകളി വിദ്യാലയത്തിലെ വനിതാ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘത്തിലെ 3 തലമുറയിൽപ്പെട്ട കലാകാരികൾ അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം കഥകളിയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ തോടയം കഥകളി യോഗം ഭാരവാഹികളായ PK കൃഷ്ണനുണ്ണി രാജ, AP നമ്പൂതിരി, ശ്രീജിത്ത് മേനോൻ, സുരേഷ് പാഴൂർ എന്നിവർ സംബന്ധിച്ചു. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ടീം ഗിഫ്റ്റ് ഓഫ് ഹാർട്ടും കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് വനിതാ സ്പെഷ്യൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ നഗരത്തെ വൃത്തിയായി സംരക്ഷിക്കുന്ന ഹരിതകർമ്മസേനയിലെ വനിതാ അംഗങ്ങൾ രക്തം ദാനം ചെയ്യും. അഴക് കുടുംബശ്രീ, പ്രൊവിഡൻസ് വിമൻസ് കോളേജ് NSS യൂണിറ്റ്, കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി വനിതാ വിംഗ്, ഗിഫ്റ്റ് ഓഫ് ഹാർട്ട് വനിതാ വിംഗ് എന്നിവരും പങ്കാളികളാകും. ക്യാമ്പിൽ എത്തിച്ചേരുന്ന മുഴുവൻ വനിതകൾക്കും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടത്തുമെന്ന് സെക്രട്ടറി പ്രജീഷ് പാലാട്ട്, പ്രസിഡന്റ് ശ്രീജിത്ത് പുതുപ്പാടി എന്നിവർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ടൗൺ ഹാൾ നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലെ കലാസാംസ്കാരിക സംഘടനാ കൂട്ടായ്മ. രാജ്യാന്തര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗോൾ ഫോർ ഈക്വാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റ്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പ്രതിരോധം തീർക്കാനൊരുങ്ങി ഫ്രണ്ട്സ് ഓഫ് യോഗ. പൊതുസ്ഥലങ്ങളിലെ ടിൻ ബിന്നുകളിൽ വീടുകളിലെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണ വീഡിയോ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വനിതാ സംരംഭകരുടെ പ്രദർശനമേള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.